പോകുന്ന വഴികളും കാണുന്ന ലൊക്കേഷനോ നീങ്ങുന്ന വഴികളോ ഒന്നും ആരോടും പറയാറില്ല. കാരണം എല്ലാം ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഒരു സിംഹവും പട്ടിയും തമ്മിൽ ഓട്ടപ്പന്തയം വെച്ചു. പട്ടിയെ വെല്ലുവിളിച്ചത് നമ്മൾ ആർക്കാണ് സ്പീഡ് കൂടുതലെന്ന് ചോദിച്ച്. അപ്പം പട്ടി എല്ലാവരോടും പറഞ്ഞത്, സിംഹം ആരോടും മിണ്ടിയില്ല. പിറ്റേ ദിവസം സിംഹം ജയിച്ചു. കാരണം സിംഹം ആരോടും പറഞ്ഞില്ല, അതിനെ തടയാൻ ആരുമില്ലായിരുന്നു. പട്ടിയെ തടയാൻ ഒത്തിരി പേര് വഴിയിലുണ്ടായിരുന്നു. കാരണം പട്ടി ജയിക്കുമെന്നറിയാൻ വേണ്ടി. അത് പട്ടിക്ക് ദോഷമായി വന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്ലാനുകൾ. പക്ഷേ ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് ഒരുപാട് ലൊക്കേഷൻസ് ഞാൻ ഷൂട്ട് ചെയ്തത് ഇൻഡസ്ട്രിയിലുള്ളവർക്കും ഗുണം ചെയ്യും. അതൊക്കെ എൻ്റെ കയ്യിലുണ്ടാകും. ഞാൻ വരുന്ന മുറയ്ക്ക് ഞാനത് എപ്പിസോഡായിട്ടിടാം. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണണം. എല്ലാവരും ഇവിടെ പ്രാർത്ഥനയെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിനീതമായി. നമസ്കാരം. നമ്മുടെ 217-ാമത്തെ എപ്പിസോഡാണ്. എനിക്ക് യാത്ര ചെയ്യുന്ന വഴി ഞാനിങ്ങനൊരു പ്രകൃതി ഭംഗി കണ്ടപ്പോൾ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ഇത് കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ പോകുന്ന വഴിക്കാണ്. ഒരു റിസോർട്ട് കണ്ടു. ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ കഴിഞ്ഞ നിമിഷത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല ലൈഫിൽ. ഈ നിമിഷത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. വരുന്ന കാലങ്ങളെക്കുറിച്ചും വലിയ ബോധേടല്ല ഞാൻ. പക്ഷേ ഇങ്ങനെയൊരു സംഭവം കണ്ടപ്പോൾ എന്ത് രസമാണെന്ന് തോന്നി. ആകാശവും മരങ്ങളും എല്ലാം ഇത് രസമല്ലേ. ഇത് ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച്. ഉണ്ടാവും മലമുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത്, വണ്ടികളെല്ലാം വരുന്നത് കണ്ടോണേ. നല്ലൊരു ഭംഗിയാണ്. ഇതൊന്ന് ഒരു എപ്പിസോഡ് കിട്ടുക. പോകുന്ന വഴിക്കല്ലേ, ഒരു എപ്പിസോഡല്ലേ, ഇരിക്കട്ടെ എന്ന് വെച്ച്. നമ്മൾ എക്സ്ട്രാ പൈസയൊന്നും മുടക്കി ഷൂട്ട് ചെയ്യുന്നതല്ലല്ലോ. ഇതുണ്ട് ആ വഴി കൂടെ. ഇവിടെ കുട്ടിക്കാനത്തിനടുത്തുള്ളൊരു സ്ഥലമാണ് ഏലപ്പാറ പോകുന്ന വഴിക്ക്. അപ്പം ഈ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്ത് ഇതൊക്കെ രാത്രിയാകുമ്പോൾ മഞ്ഞാവും. രാത്രിയൊന്നും വേണ്ട, ഒരു 4 മണിയാകുമ്പോൾ മഞ്ഞൊക്കെ ആവും. ഇത് ഭംഗിയല്ലേ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇത് നട്ടുച്ച സമയമാണ് കേട്ടോ. അതായത് ഇന്ന് വാച്ചയിലും നോക്കട്ടെ 2:45. ആ സമയത്തുള്ള കുട്ടിക്കാനത്തിൻ്റെ ഒരു ഭംഗിയാണേ ഇത് ഇത് രസം നോക്കി. നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും ആരോടും പറയരുതെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയാറുമില്ല. പണ്ട് ഒരേ ഒരു വ്യക്തിയോട് വർഷങ്ങളോളം ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല. ആ വ്യക്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോടും എൻ്റെ പ്ലാനുകളൊന്നും അറിയാലോ. ഞാനൊരു സിനിമയുടെ പ്ലാൻ തുടങ്ങി, അങ്ങനെ ഇപ്പോഴും അതിൻ്റെ മുന്നേറ്റമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആരോടും എൻ്റെ പദ്ധതികളൊന്നും പറയാറില്ല. കാരണം അത് പ്രാവർത്തിയാകുന്നതിൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞു. ഞാൻ ബസ്സിലിങ്ങനെ പോകുന്ന വഴിക്ക് ലൊക്കേഷൻ കണ്ടപ്പോൾ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അങ്ങനെ കണ്ടതാണ് ഈ സ്ഥലം. എന്ത് രസമാണെന്ന് നോക്കി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എന്താ അല്ലേ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് അല്ലേ. ഈ ലക്ഷങ്ങളൊന്നും മുടക്കി വലിയ തേയിലത്തോട്ടമൊന്നും കാണാൻ പോകണമെന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്കാനം ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വണ്ടി ബസ്സിലാണേലും വന്നാൽ മതിയല്ലോ. ഇവിടെയൊക്കെ ഇറങ്ങി നമ്മൾ വലിയ ടൂറിസ്റ്റ് പ്ലേസുകൾ യാത്ര ചെയ്യുന്നതിനേക്കാളിലൊക്കെ ഭംഗിയായിരിക്കുമെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ വന്നിങ്ങനെ കാണുന്നത്. നോക്കിയേ, ഇന്ന് കേരളത്തിലെ റോഡുകൾ, ഇന്ത്യയിലെ റോഡുകളെല്ലാം വളരെ വികസിതമാണ്. പക്ഷെ ഇത് കണ്ടോ, മൺപാത എന്നൊക്കെ പറയല്ലേ. മൺപാതയൊക്കെ നിങ്ങളുടെ നാടുകളിലൊക്കെ നമുക്ക് കണ്ടുകിട്ടാൻ ഭയങ്കര പാടാണ്. ഇതുണ്ടോ മൺപാതകൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് മലയാളം മുകളിൽ ഒരു ചെറിയൊരു ഗ്രാമം. ഇതുണ്ട് റോഡിൽ ഐസ്ക്രീം, നമുക്ക് വണ്ടിയൊക്കെ നിർത്തി ഐസ്ക്രീം കഴിക്കാവുന്നൊരു സെറ്റപ്പ് കണ്ടോ. അതാ ഒറ്റ ഒരു ചെറിയ കുന്നിൽ മാത്രം വെളിച്ചം കണ്ടോ. ഇതുണ്ടോ ആ ജീപ്പ് വരുന്നുണ്ട് ആ മൺപാതയിലൂടെ. നോക്കി ജീപ്പ് പോകുന്നുണ്ട്. എന്ത് രസമെന്ന് നോക്കി. ഇങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ. ഇതുണ്ടോ.
ആഹാ, എന്താണോ സംഭവം. ഇത് എപ്പിസോഡായിട്ടൊന്നും ഞാൻ ഇടുകയില്ല, ലൊക്കേഷനല്ലേ. എത്രയോ വർഷമായി ഞാനേ ഒരു അന്ധവിശ്വാസം വിചാരിച്ചേ